കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യലൈറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. 2020 ഇരുളടഞ്ഞ വഴികളിൽ നിന്നും നീക്കി വെളിച്ചമേകുന്ന വഴികളായിട്ടുള്ള പുതുവർഷത്തിലേക്ക് നാം ഇന്ന് കടക്കുകയാണ്. നാം കടക്കുമ്പോൾ ഇതിൽ ഒരുപാട് പേർക്ക് വ്യാകുലതകളുണ്ടാവും, വിഷമതകളുണ്ടാവാം, പരിഭ്രമങ്ങളുണ്ടാവും. നമുക്ക് ഈ വർഷം നല്ലതായിട്ട് വരുമോ, ഞാൻ ചൂടത്ത് വീണ പൂച്ച പച്ചവെള്ളം കണ്ട അറയ്ക്കുമെന്ന് പറഞ്ഞതുപോലെ ഈ വർഷമെങ്കിലും എനിക്ക് ഗുണപ്പെട്ടു വരുമോ, ഈ വർഷം എനിക്ക് എന്തെങ്കിലും നേടാൻ പറ്റുമോ, അപ്പം അങ്ങനെയൊന്നും വിഷമിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ വർഷത്തിലെ ദുർഘടഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മളൊന്നും നേടിയെന്നുള്ളതല്ല, നമ്മൾ ജീവിച്ചിരിപ്പുണ്ട്, നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥതയായിട്ട് മറ്റ് ആപത്തുകളൊന്നും കൂടാതെ ജീവിച്ചിരിക്കുന്നു, നമ്മൾ ഭൂമിയിലുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അത് ഒന്ന് മനസ്സിലാക്കുക. 2021 ഒരുപാട് ഭാഗ്യങ്ങൾ, ഒരുപാട് ഐശ്വര്യങ്ങൾ ഒക്കെ വന്നു ചേരാനുള്ളവയെ പറ്റി ചിന്തിക്കുക. കഴിഞ്ഞു പോയതിനെ പറ്റി, അതായത് കഴിഞ്ഞതിനെ പറ്റി ചിന്തിച്ച് എപ്പോഴായാലും ആർക്കായാലും വിഷമതകളെ ഉണ്ടാകത്തുള്ളൂ. ഭൂതം വിട്ടേക്കൂ, വർത്തമാനവും ഭാവിയാണ് നമുക്ക് ആവശ്യം. അതിൽ ഭാവി അതിപ്രധാനമായിട്ട് പറയപ്പെടുന്നൊരു ഘട്ടം തന്നെയാണ്. ഭാവി ശോഭനമാവാനാണ് എല്ലാവരും പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ ചെയ്യുകയും ക്ഷേത്രങ്ങളിൽ പോവുകയും എല്ലാം ചെയ്യുന്നത്, അല്ലേ? അവനവൻ്റെ വിശ്വാസങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഒരു തരത്തിലുള്ള ദുർഘടഘട്ടങ്ങളും വന്നു ചേരില്ല. അവനവന് എന്തെങ്കിലുമൊക്കെ വിഷമതകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവനവൻ്റെ കർമ്മപദത്തിലായാലും അവൻ്റെ വീട്ടിലായാലും ഒക്കെ അത് വളരെ ദോഷകരമായിട്ട് പ്രതിഫലിച്ചു എന്ന് വരാം. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ജാതകപ്രകാരം ഉള്ളവയായിരിക്കുകയില്ല. നല്ലൊരു ജ്യോതിഷനെ സമീപിച്ചിട്ട്, ഞാൻ ഈ പറഞ്ഞ ഫലങ്ങളായാലും ഗുണത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ജ്യോതിഷനെ സമീപിച്ച് അതിന് വേണ്ടുന്ന പരിഹാര കർമ്മങ്ങൾ, ഒരുപക്ഷെ ജാതകത്തിൽ മാത്രം ഒരു വിഷയം കൊണ്ട് ഒരാൾക്ക് ഇങ്ങനെ വന്നു ചേരണമെന്നില്ല, കുടുംബപരമായിട്ട് അതിന് പ്രശ്നങ്ങളുണ്ടാവാം. അതിന് കുടുംബ പ്രശ്നമായിട്ടൂടെ ചിന്തിച്ച് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക, രക്ഷ നേടുക. എന്തായാലും 2021 മഹാസൗഭാഗ്യയോഗമുള്ളവർ 7 നക്ഷത്രക്കാരെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പൊ 7 നക്ഷത്രക്കാർക്ക് മാത്രമല്ല, ബാക്കി 20 നക്ഷത്രമാണ്. നമുക്ക് 27 നക്ഷത്രമുള്ളത്. 27 നക്ഷത്രത്തിലെ 7 നക്ഷത്രക്കാരെ മാത്രം എടുത്തു പറയേണ്ടൊരു കാര്യമുണ്ട്. ഇവര് ഭാഗ്യം വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരാൾക്ക് വണ്ടി ഇടിക്കാൻ, ഒരാൾ റോഡിൽ നിന്ന് സംസാരിക്കുക, ഒരു വണ്ടി ഏശിപ്പോയി, നമ്മൾ ഉടനെ എന്തുവാ, അയ്യോ ഭയങ്കര ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഒരു ആശുപത്രിയിൽ ചെന്നൊരു ഓപ്പറേഷൻ ഡോക്ടർ പറഞ്ഞത് എന്തുവാ, ഭാഗ്യം കൊണ്ട് മാത്രമല്ല രക്ഷപ്പെട്ടു, ഒരു നിമിഷം താമസിച്ചെങ്കിൽ ഇയാൾ മരണപ്പെട്ടു പോയെന്ന് പറയും. അപ്പം അങ്ങനെ സാധാരണ ഭാഗ്യമല്ല, മഹാസൗഭാഗ്യ യോഗമുള്ള 7 നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രം ഞാൻ പറയാനറിയാം, ഭദ്രകാളി ഭഗവതിയുടെ പ്രധാനമുള്ള ഭരണിപ്പാട്ട് നമുക്ക് പറയത്തില്ല, ആ ഭരണി കൊടുങ്ങല്ലൂർ അമ്മയ്ക്കായാലും ഭദ്രകാളി ഭഗവതിക്കായാലും വളരെ പ്രധാനപ്പെട്ട നക്ഷത്രമാണ് ഭരണി. ആ ഭരണി നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് വളരെ ഗുണകരമായിട്ട് പറയുന്നൊരു വർഷമാണ് 2021. അടുത്തത് കാർത്തിക നക്ഷത്രം. കാർത്തികേയന്റെ നാളായിട്ട് പറയപ്പെടുന്നുണ്ട്, കാർത്തിക ദേവിയുടെ നാളായിട്ട് പറയപ്പെടുന്നുണ്ട്. എന്തായാലും കാർത്തിക കീർത്തി കേൾക്കുമെന്ന് പണ്ട് തൊട്ടേ നമ്മൾ പറയുന്ന നക്ഷത്രം തന്നെയാണ്. മകം നക്ഷത്രം. മകം പിറന്ന മങ്കയായാലും മകം പിറന്ന മങ്കൻ പുരുഷനായാലും വളരെ നല്ല അവസ്ഥയാണ്. മകനക്ഷത്രം അങ്ങനെ മോശപ്പെട്ട് കാണുന്നില്ല. അടുത്തത് പൂരം നക്ഷത്രത്തിനും വളരെ നല്ലതാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട പൂര നക്ഷത്രത്തിന് ഒരുപാട് ഭാഗ്യം വന്നു ചേരുന്ന ഒരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഏപ്രിൽ 6 ശേഷം പൂര നക്ഷത്രത്തിന് 7ലേക്ക്, അതായത് കുംഭക്കൂറിലേക്ക് വരുന്ന വ്യാഴത്തിനെ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഇവർക്ക് പറയാനാകും. ഒരുപാട് നഷ്ടങ്ങൾ നികത്തി ലാഭം ഉണ്ടാവുന്ന, ഭൂമിലാഭം പോലുള്ള ലാഭങ്ങൾ ഇവർക്ക് ഉണ്ടാവാൻ, മഹാഭാഗ്യങ്ങൾ കൈവരിക്കാൻ സാധ്യത പൂര നക്ഷത്രത്തിന് പറയപ്പെടുന്നുണ്ട്. അടുത്തത് അത്തം നക്ഷത്രം. അത്തം നക്ഷത്രത്തിന് നമുക്ക് പറയാനറിയാം, ചിങ്ങമാസത്തിൽ അത്തം തൊട്ടാണ് നമ്മൾ പൂവിടുന്നത്. അത്തത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്. തൊട്ട് 10 ദിവസമാണ് തിരുവോണം പറയപ്പെടുന്നത്. അപ്പം അത്തം നാൾ പറയുന്നുണ്ട്. അടുത്തത് ചോദ്യ നക്ഷത്രം എന്ന് പറയുന്നത് എന്താ, എല്ലാം ചോദിക്കാതെ കിട്ടും. ഒരു മനസ്സിൽ ഇപ്പോൾ എൻ്റെ കട്ടിൽ മോശം, നല്ല കട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കുക, അല്ലെ എൻ്റെ ബൈക്ക് മോശം, ബൈക്ക് വേണമെന്ന് ആഗ്രഹിക്കുക. ആ സമയത്ത് എവിടുന്നെങ്കിലും ഒരു ബൈക്കോ ഒരു കട്ടിലോ വന്ന് ചേരും. കടമായിട്ടായിരിക്കാം, എന്നാലും ആ സമയത്ത് വന്ന് കിട്ടിയില്ലയോ, വന്ന് ചേർന്നില്ലയോ, അതാണ് ചോദിക്കാതെ കിട്ടുമെന്ന് പറയുന്നത്. അടുത്തത് തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട വളരെ നല്ല നാളുകൾ തന്നെയാണ്. ചില പറഞ്ഞ തൃക്കേട്ട തലക്കേട്ടയ്ക്ക് കേടയാണ്, തൃക്കേട്ട വന്നു കഴിഞ്ഞാൽ സഹോദരന്മാർക്ക് ദോഷമാണെന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമില്ല. നമ്മൾ 27 നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവനോട് ജനിക്കുന്ന സമയം അനുസരിച്ചാണ് ഏറ്റവും കൂടുതൽ പറയാനാവുന്നത്. ചിലർ ഫോണിൽ കൂടെ എന്നെ വിളിച്ചു, തിരുമേനി എൻ്റെ നാൾ അവിട്ടവ, അല്ലെ എൻ്റെ ചോദ്യ, അല്ലെ എൻ്റെ പൂരമാണ്, അല്ലെ എൻ്റെ ആയില്യവ, എൻ്റെ നാൾ കൊള്ളത്തില്ലെന്ന് എല്ലാവരും പറയുന്നു. അങ്ങനെയൊന്നും ആരും വിഷമിക്കേണ്ട കാര്യമില്ല. 27 നാളും നല്ലതാണ്. എൻ്റെ നാളെ ചീത്തയാണെന്ന് വെച്ചാൽ ആരും അവനവൻ്റെ നാളിനെ പഴിച്ച് അവനവൻ്റെ ജീവിതത്തെ പഴിച്ച് ജീവിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. എന്തായാലും 27 നാളുകാരും ഒരുപാട് യോഗങ്ങൾ ഓരോ വർഷവും ഇവർക്ക് പറയപ്പെടുന്നുണ്ട്.
തീർച്ചയായിട്ടും ആ യോഗങ്ങൾ അനുഭവത്തിൽ വരാൻ അനുകൂലത്തിൽ വരാൻ വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല ചിന്താഗതിയോട് തന്നെ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഇവർക്ക് എടുത്തു പറയത്തക്ക ഒരുപാട് ഐശ്വര്യങ്ങളുള്ള ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഭഗവാനോട് തന്നെ അപേക്ഷിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.